എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ്. ഒരു 100 ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സമയം കളയാനില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള എവിടെയാ? തുറവൂരാണ്. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് കേട്ടോ. അപ്പൊ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കാം, അത് ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ തുറക്കും അല്ലെ, തുറക്കുക എന്നുള്ള രീതിയിൽ തുറവൂർ. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള എവിടെയാണ്? തുറവൂരാണ്. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷയും ഉറപ്പുവരുത്താനായിട്ട് ഇന്ത്യൻ നാവികസേന ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സങ്കല്പാണ്. ഓക്കെ, ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷയും ഉറപ്പുവരുത്താനായിട്ട് ഇന്ത്യൻ നാവികസേന ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സങ്കല്പാണ് കേട്ടോ. ഓപ്പറേഷൻ സങ്കല്പാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ കപ്പലിൽ കയറണമൊക്കെ നമ്മുടെ ഒരു സങ്കല്പമാണ്, നമ്മുടെ ഒരു ആഗ്രഹമാണ്, സങ്കല്പമാണെന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ കപ്പലുകളുടെ സുരക്ഷയും ഉറപ്പുവരുത്താനായിട്ട് ഇന്ത്യൻ നാവികസേന ആരംഭിച്ചുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സങ്കല്പ്. ഇനി അടുത്ത് നോക്കാം. അടുത്ത പോയിന്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. നമ്മുടെ വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഉണ്ട്. അതിന്റെ പ്രൈസ് 999 ആണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും കൂടിയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ്, മലയാളം കൂടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. വൊക്കാബുലറി മാത്രമുള്ള കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന കോഴ്സുകൾ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം. 2024 ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി, അതായത് COP29 വേദി എവിടെയാണ്? ബാക്കു ആണ്, അസർബൈജാൻ. ഓക്കെ, ബാക്കു. കാലാവസ്ഥ കുറച്ച് പുറകിലായിരുന്നു, ബാക്കിലായിരുന്നു എന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അതായത് മഴ വരുന്നില്ല, മഴ കുറച്ച് പുറകിലായി എന്നൊക്കെ ഓർത്തു വെക്കാമല്ലോ. അപ്പൊ അങ്ങനെ കാലാവസ്ഥ ബാക്കിലാണെന്ന് ഓർക്കാം, ബാക്കു കേട്ടോ. അപ്പൊ COP29 വേദിയാണ് ബാക്കു. 2025 ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി, അതായത് COP30 ചോദിക്കുകയാണെങ്കിൽ അത് ബെലംഡോ പാര, ബ്രസീലിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർക്കാം, ഈ കോപ്പ് തേർട്ടി എന്ന് പറയുന്നത് 2025 ഓക്കെ. അപ്പോൾ COP30 എന്ന് പറയുമ്പോൾ ഒരു സീറോ ഉണ്ടല്ലോ, COP30 സീറോ ഉണ്ടല്ലോ, അതും നമുക്ക് സീലുമായിട്ട് കണക്ട് ചെയ്യാം. ബ്രസീലിന്റെ സീല്, നമുക്കൊരു സീല് കിട്ടിക്കഴിയുമ്പോൾ ഇതേപോലൊരു റൗണ്ടിലുള്ള ഒരു എംബ്ലം പോലെയല്ലേ, അപ്പൊ അങ്ങനെ ഓർത്ത് വയ്ക്കാം. COP30 ആണ് സീല് വരിക കേട്ടോ, ബ്രസീൽ വരിക, ബെലംഡോ പാര. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. പുരുഷന്മാർക്കുള്ള അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് തോമസ് കപ്പ്. പുരുഷന്മാർക്കുള്ള അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തോമസ് കപ്പ്. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, തോമസ് കപ്പ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബാഡ്മിന്റൺ ആണ് കേട്ടോ. ഓക്കെ, ഇനി വനിതകളുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് യൂബർ കപ്പ്. ഇപ്പൊ വനിതകളുടെ ആണെങ്കിൽ യൂബർ കപ്പ്, വനിതകളൊക്കെ യൂബർ വിളിച്ച് പോവും എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. പുരുഷന്മാരുടെ ആണെങ്കിൽ തോമസ് ആണ് കേട്ടോ. 2026 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാവുന്ന രാജ്യം ഡെൻമാർക്കാണ്. ഓക്കെ, 2026 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാവുന്ന രാജ്യം ഡെൻമാർക്ക്. അപ്പോ നമ്മൾ ഈ യൂബറിലൊക്കെ പോയി കഴിയുമ്പോൾ ഒരു റേറ്റിംഗ് കൊടുക്കും അല്ലെ, ഒരു മാർക്ക് കൊടുക്കും എന്നൊക്കെ ഓർത്ത് വെക്കാം. ഡെൻമാർക്കാണ് കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ളത് ആരാണ്? അജന്ത ശരത് കമലാണ്. ഓക്കെ, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ളത് ആരാണ്? അജന്ത ശരത് കമൽ. ഓക്കെ, നല്ല രീതിയിൽ ചിന്തിച്ചിട്ടൊക്കെയാണ് പതാക ഏന്തിയെന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ളത് ആരാണ്? അജന്ത ശരത് കമലാണ് കേട്ടോ. ഇനി കോഴിക്കോട് സാഹിത്യ നഗരമായിട്ട് ആഘോഷിച്ചിരുന്നത് എന്ന്? ജൂൺ 23-നാണ് കോഴിക്കോടിനെ സാഹിത്യ നഗരം എന്ന് ആചരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ ഏതാണ് നമ്മുടെ സാഹിത്യ നഗരം എന്ന് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോടാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. അത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂൺ 23 കേട്ടോ, ജൂൺ 23. തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ എൻകോർ ആണ്. തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ചോദിക്കുകയാണെങ്കിൽ എൻകോർ. 2024 7ാമത്തെ അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന്റെ വേദി ഗുഡ്ഗാവ് ആണ് കേട്ടോ. 2024 7ാമത്തെ അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന്റെ വേദി ഗുഡ്ഗാവ് ആണ്. ഈ സുഗന്ധം ഒക്കെ വരുമ്പോ ഗുഡ് അല്ലേ, ഗുഡ് ആണെന്ന് ഓർക്കാം. ഓക്കെ, ഗുഡ്ഗാവ്. 2024 7ാമത്തെ അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ഗുഡ്ഗാവ്. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലെ പരമ്പരാഗത പരേഡിൽ പങ്കെടുക്കാൻ അനുമതി ലഭിക്കാത്ത രാജ്യങ്ങൾ, ഏത് രാജ്യങ്ങൾക്കാണ് അനുമതി ലഭിക്കാതിരുന്നത് പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേട്ടോ? ഏതൊക്കെ രാജ്യങ്ങളാ? റഷ്യയും അതേപോലെ തന്നെ ബെലാറസ്.
ജസ്റ്റ് ഓർത്ത് വെക്കാം, നല്ല റഷ് ആവും അല്ലെ, ഉദ്ഘാടന ചടങ്ങിലൊക്കെ അലൗ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റഷ് ആയിരിക്കും എന്ന് ഓർക്കാം. അതേപോലെ തന്നെ ബലം ഉപയോഗിച്ചിട്ട് കയറ്റിയില്ല എന്നൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ റഷ്യയും ബെലാറസ് ആണ്. ഇനി 96ാമത്തെ ഓസ്കർ അവാർഡ് 2024 കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നോക്കാം. 96ാമത്തെ ഓസ്കർ അവാർഡ് 2024 കേട്ടോ. ഓസ്കർ ആണ്. മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ ആണ്. ഓക്കെ, ഓസ്കർ ആണ്. അപ്പോൾ മികച്ച ചിത്രം ഓ വെച്ചിട്ട് തന്നെ ഓപ്പൺ ഹൈമർ. നിങ്ങൾക്ക് അറിയായിരിക്കും ഓപ്പൺ ഹൈമർ ഒക്കെ, പക്ഷെ ചിലപ്പോൾ എക്സാമിൽ ഇരിക്കുമ്പോൾ ഏതിനാണ് കിട്ടിയെന്ന് നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വരും. അപ്പോൾ ഓസ്കറിന്റെ ഓയും ഓപ്പൺ ഹൈമറും ആയിട്ട് ഓർത്തു വെച്ചേക്കാം. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ആണ്. ഓക്കെ, സംവിധായകന് നല്ല നോളേജ് ഉള്ള ആളായിരിക്കും അല്ലെ, അപ്പൊ നോളൻ. ഇനി മികച്ച നടി എമ്മ സ്റ്റോൺ. ചിത്രം പുവർ തിങ്സ് ആണ് കേട്ടോ, എമ്മ സ്റ്റോൺ. ഓക്കെ, ഈ സ്റ്റോൺ ഒക്കെ കുറച്ച് പുവർ തിങ് ആണെന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം. അപ്പൊ മികച്ച നടി എമ്മ സ്റ്റോൺ, ചിത്രം പുവർ തിങ്സ്. മികച്ച നടൻ ചോദിക്കുകയാണെങ്കിൽ കിലിയൻ മർഫി ആണ് ഓപ്പൺ ഹൈമറിലെ നടൻ കേട്ടോ, കിലിയൻ മർഫി. ഓക്കെ, അപ്പോൾ 96ാമത്തെ ഓസ്കർ അവാർഡ് 2024 മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺ ഹൈമർ. മികച്ച സംവിധായകൻ നല്ല നോളേജ് ഉണ്ട്, ക്രിസ്റ്റഫർ നോളൻ. മികച്ച നടി എമ്മ സ്റ്റോൺ അല്ലെ. മികച്ച നടൻ കിലിയൻ മർഫി, ഓപ്പൺ ഹൈമർ തന്നെയായിരുന്നു. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ്വാരക എക്സ്പ്രസ് വേ ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ദ്വാരക എക്സ്പ്രസ്, ദ്വാരക എക്സ്പ്രസ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് വിധവ പുനർവിവാഹം പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, വിധവേനെ കണ്ടു എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം. അപ്പോൾ ജാർഖണ്ഡ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഉത്തരാഖണ്ഡ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ മാറിപ്പോണ്ട, ജാർഖണ്ഡ്. ഓക്കെ, ജാറും കൊണ്ടുവരുന്ന വിധവയെ കണ്ടു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ജാർഖണ്ഡ്. 2024 മാർച്ചിൽ ആദ്യമായിട്ട് എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അപൂർവ രോഗം ലൈം രോഗമാണ് കേട്ടോ. അപ്പോൾ 2024 മാർച്ചിൽ ആദ്യമായിട്ട് എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അപൂർവ രോഗം ചോദിക്കുകയാണെങ്കിൽ അത് ലൈം രോഗം. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നിട്ടുള്ളത് കൊൽക്കത്തയിലാണ്. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ, അണ്ടർ വാട്ടർ എന്നൊക്കെ പറയുമ്പോൾ അത് മിക്കവാറും കൊൽക്കത്ത തന്നെയായിരിക്കും കേട്ടോ. ഇനി അണ്ടർ വാട്ടറിൽ കോലും കട്ടയൊക്കെ ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നിട്ടുള്ളത് കൊൽക്കത്ത ഹൂഗ്ലി നദി. 2024 ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ്? അമിതാവ് ഘോഷ് ആണ്. ഇറാസ്മസ് പ്രൈസ് കേട്ടോ. ഇറാസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്രിസ്മസ് എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വയ്ക്കാം അല്ലെ. ക്രിസ്മസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കും. അപ്പൊ അമിതാവ് ഘോഷ്, ആഘോഷം എന്നുള്ള രീതിയിൽ ഓർക്കാം. 2024 ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അമിതാവ് ഘോഷ്. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായിട്ടുള്ളത് ആരാണ്? സന ഇർഷാദ് മട്ടു ആണ് കേട്ടോ. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് കേട്ടോ അർഹയായിട്ടുള്ളത് സന ഇർഷാദ് മട്ടു. ഒരു മട്ടിലൊക്കെ അല്ലെ, ഒരു മട്ടും ഭാവത്തിലൊക്കെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഓർത്ത് വെക്കാം. അപ്പോ കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായിട്ടുള്ളത് സന ഇർഷാദ് മട്ടു ആണ്. നോക്കാം, 2024 ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം നിങ്ങളുടെ വഴി വായിക്കുക, റീഡ് യുവർ വേ ആണ് കേട്ടോ. 2024 ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? നിങ്ങളുടെ വഴി വായിക്കുക, റീഡ് യുവർ വേ. ഓക്കെ, തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള തകഴി സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായിട്ടുള്ളത് MK സാനു ആണ്. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള തകഴി സാഹിത്യ പുരസ്കാരത്തിന് 2024 കേട്ടോ, 2024 അർഹനായിട്ടുള്ളത് ആരാണ്? MK സാനു. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സണ്ണ് എന്ന് ഓർക്കാം അല്ലെ. സാനു എന്ന് പറയുമ്പോൾ ഒരു സണ്ണ് പോലെയൊക്കെ ഓർക്കാം കേട്ടോ. സണ്ണിന് തഴുകി കൊടുത്തു എന്ന് ഓർക്കാം അല്ലെ, മുടിയൊക്കെ അങ്ങനെ തഴുകി കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം. അപ്പൊ സാനുവിനാണ് 2024 കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ സാനുവിന്റെ വേണമെങ്കിൽ SANU എന്നുള്ള രീതിയിൽ 4ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ, MK സാനുവിനാണ് 2024 തകഴി സ്മാരക പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചിട്ടുള്ളത് IIT മദ്രാസ് ആണ്. സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും മാഡ് ആവും എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ IIT മദ്രാസ്, മദ്രാസ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. ബില്ലിലൂടെ പാസാക്കിയ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. സിവിൽ കോഡാണ്. അപ്പോ ഏക സിവിൽ കോഡ് പാസ്സാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഉത്തരാഖണ്ഡ് ആണ്. ഓക്കെ,
ഉത്തരം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കോഡ് കൈ വെച്ചിട്ടൊക്കെ കോഡൊക്കെ കാണിക്കുന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2024 സന്തോഷ് ട്രോഫി വിജയികൾ ആരാ? സർവീസസ് ആണ്. 2024 സന്തോഷ് ട്രോഫി വിജയികള് സർവീസസ് ആണ് കേട്ടോ. അപ്പോ സർവീസ് കിട്ടിക്കഴിയുമ്പോൾ നമ്മളിപ്പോ ബാഡ്മിന്റൺ ഒക്കെ കളിക്കുമ്പോൾ സർവീസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായി എന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ 2024 സന്തോഷ് ട്രോഫി വിജയികൾ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സർവീസസ് ആണ്. 2025 ആർക്കാ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാകുന്നത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോപി തോട്ടക്കുറയാണ് കേട്ടോ. ഗോപി തോട്ടക്കുറയാണ്. അപ്പോ ബഹിരാകാശത്തേക്ക് പോവാണ് അല്ലെ. അപ്പൊ ഒരു ഗോപിയൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് ഗോപിയൊക്കെ തൊട്ട് പോയി എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചിത്രം ഇറയാണ്. സംവിധാനം ചെയ്തിട്ടുള്ളത് സാം ഭട്ടാചാര്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചിത്രം ഏതാണ്? ഇറ. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമയ്ക്ക് നമ്മൾ ഇരയായി എന്നൊക്കെ ഓർക്കാം. നമ്മൾ മലയാളത്തിൽ ഇര എന്ന് പറയില്ലേ, അതേപോലെ സിനിമയ്ക്ക് നമ്മൾ ഇരയായി എന്നുള്ള രീതിയിൽ ഓർക്കാം. ഇറയാണ്. സംവിധായകൻ ആരാണ്? സാം ഭട്ടാചാര്യയാണ് കേട്ടോ. 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം, മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ്. ഓക്കെ, 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കുക. എന്റെ ആരോഗ്യം എന്റെ അവകാശം, എന്റെ ആരോഗ്യം എന്റെ അവകാശം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവികയാണ്. അപ്പൊ AI ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ചോദിക്കുകയാണെങ്കിൽ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചോദിക്കുകയാണെങ്കിൽ അത് ദേവിക. ദേവിക. ഓക്കെ, എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സാവാൻ വേണ്ടിയിട്ട് ദൈവത്തെ വിളിച്ചു അല്ലെങ്കിൽ ദേവിനെ വിളിച്ചു എന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ദേവിക. അപ്പൊ നമുക്ക് ഈ പോയിന്റ്സുകൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള പോയിന്റ്സ് വേഗം നോക്കാം. അപ്പൊ ഞാൻ ഈ പറയുന്ന എല്ലാവരുടെയും മൈൻഡിലേക്ക് വേഗം വരട്ടെ കേട്ടോ. ആൻസർ പോരട്ടെ. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് തുറവൂരാണ്. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷയും ഉറപ്പുവരുത്താനായിട്ട് ഇന്ത്യൻ നാവികസേന ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഏതാ? കപ്പല് സങ്കല്പ് അല്ലെ. അപ്പൊ ഓപ്പറേഷൻ സങ്കല്പ്. 2024 ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി COP29 ആണെങ്കിൽ ബാക്കു, COP30 ആണെങ്കിൽ ബ്രസീൽ അല്ലെ, ബെലം ഡോ പാര. പുരുഷന്മാർക്കുള്ള അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തോമസ് കപ്പ്. വനിതകളുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് യൂബർ കപ്പ്. 2026 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഡെൻമാർക്ക്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ളത് അജന്ത ശരത് കമൽ. കോഴിക്കോട് സാഹിത്യ നഗരം ദിനമായിട്ട് ആചരിച്ചിട്ടുള്ളത് ജൂൺ 23-നാണ്. തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എൻകോർ. 2024 7ാമത്തെ അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന്റെ വേദി ഗുഡ്ഗാവ്. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലെ പരമ്പരാഗത പരേഡിൽ പങ്കെടുക്കാൻ അനുമതി ലഭിക്കാത്ത രാജ്യങ്ങൾ റഷ്യ, ബെലാറസ്. 96ാമത്തെ ഓസ്കർ അവാർഡ് 2024 മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ, മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, മികച്ച നടി എമ്മ സ്റ്റോൺ, മികച്ച നടൻ കിലിയൻ മർഫി. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. 2024 മാർച്ചിൽ ആദ്യമായിട്ട് എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അപൂർവ രോഗം ലൈം രോഗം. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ വന്നിട്ടുള്ളത് കൊൽക്കത്ത. 2024 ഇറാസ്മസ് പ്രൈസ് ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാവ് ഘോഷ്. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായിട്ടുള്ളത് സന ഇർഷാദ് മട്ടു. 2024 ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം നിങ്ങളുടെ വഴി വായിക്കുക, റീഡ് യുവർ വേ. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള തകഴി സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായിട്ടുള്ളത് MK സാനു. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് റോബോട്ടിനെ വികസിപ്പിച്ചിട്ടുള്ളത് IIT മദ്രാസ് ആണ്. ബില്ലിലൂടെ പാസാക്കിയിട്ടുള്ള ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2024 സന്തോഷ് ട്രോഫി വിജയികൾ സർവീസസ് ആണ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാവുന്നത് ഗോപി തോട്ടക്കുറ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ഇറയാണ്. സംവിധാനം സാം ഭട്ടാചാര്യ. 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. ഇത്രയും സെറ്റ് അല്ലേ? നമുക്കിനി അടുത്ത് നോക്കാം. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം അതേ നമുക്ക് TB അവസാനിപ്പിക്കാം. യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ളതാണ് 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം. അപ്പൊ എന്താണ് 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? അതേ നമുക്ക് TB അവസാനിപ്പിക്കാം. യെസ് വി ക്യാൻ എൻഡ് TB. മരണാന്തര ബഹുമതിയായിട്ടുള്ള
2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ള ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന വ്യക്തി ആരാണ്? കർപ്പൂരി ഠാക്കൂർ ആണ് കേട്ടോ. കർപ്പൂരി ഠാക്കൂർ ആണ്. അപ്പോ ജസ്റ്റ് ഈ പേരുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്ക്. അതേപോലെ തന്നെ ഭാരതരത്ന പുരസ്കാരം എല്ലാവരും ഒന്ന് നോക്കി പോവാ. നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥിയായിട്ടുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ 2024 ആണ്. 2025 ആർക്കാ കിട്ടിയിട്ടുള്ളേ? ഐ മീൻ 2025 ആരാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥിയായിട്ട് വന്നിട്ടുള്ളത്? ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ആരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ? ആരുടെയാണ്? സുഗതകുമാരിയുടെയാണ്. ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ? ആരുടെയാണ്? സുഗതകുമാരി. സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിലവിൽ വന്നിട്ടുള്ള പദ്ധതിയാണ് സേഫ് റോഡ് പദ്ധതി. സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിലവിൽ വന്നിട്ടുള്ള പദ്ധതി ഏതാണ്? സേഫ് റോഡ് പദ്ധതി. ഓക്കെ, കുട്ടികളൊക്കെ സേഫ് ആവാൻ വേണ്ടിയിട്ട് അല്ലെ. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം ഏതാ? കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി കേട്ടോ. ഒരു കൊച്ചു സിറ്റി. അപ്പൊ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി, ഒരു കൊച്ചു സ്പോർട്സ് സിറ്റി എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം. കൊച്ചിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. ഓക്കെ, സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. ഒരു ചെറിയ മുദ്ര കാണിച്ചു എന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. ഇനി തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, എൻകോർ ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ നൽകുന്നതിന് രൂപവൽക്കരിച്ചിട്ടുള്ള ആപ്പാണ് സി വിജിൽ. ഓക്കെ, അപ്പൊ സി വിജിൽ എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടികളുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിന് രൂപവൽക്കരിച്ചിട്ടുള്ള ആപ്പാണ് സി വിജിൽ. 10ാമത്തെ വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദിയാണ് ബാലി കേട്ടോ, ഇന്തോനേഷ്യ. 10ാമത്തെ വേൾഡ് വാട്ടർ വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി ഏതാണ്? ബാലി. ബാലന്മാരൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ബാലി. 10ാമത്തെ വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി ബാലി. നികുതി തട്ടിപ്പ് കണ്ടെത്താൻ കേരളത്തിൽ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ. ഇപ്പൊ ഓപ്പറേഷൻ പാം ട്രീ എന്ന് പറഞ്ഞാൽ എന്താ? നികുതി തട്ടിപ്പ് കണ്ടെത്താൻ കേരളത്തിൽ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധന ഓപ്പറേഷൻ പാം ട്രീ കേട്ടോ. പാം ട്രീ. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമാണ് ശക്തി. ഓക്കെ, അതിന്റെ വേദി മേഘാലയാണ്. ശക്തിയുള്ള ആൾക്കാർക്ക് നല്ല ഫാൻസ് ആയിരിക്കും എന്ന് ഓർക്കാം അല്ലെ. ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? ശക്തിയാണ്. വേദി ചോദിക്കുകയാണെങ്കിൽ മേഘാലയ. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ശക്തി ഏതൊക്കെ രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ്? അപ്പൊ ഇന്ത്യയും ഏത് രാജ്യമാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഫ്രാൻസ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ശക്തിയുള്ള ആൾക്കാർക്ക് നല്ല ഫാൻസ് ആയിരിക്കും എന്ന് ഓർക്കാം. ഓക്കെ, ശക്തിയുള്ള ആൾക്കാർക്ക് നല്ല ഫാൻസ് ആണെന്ന് ഓർക്കാം. അപ്പൊ ഫ്രാൻസ്, ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ശക്തി എന്ന് പറയുന്നത്. വേദി എവിടെയാ? മേഘാലയ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റ്, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കാമി ഋത ഷെർപ്പയാണ് കേട്ടോ. ഓക്കെ, കാമി ഋത ഷെർപ്പയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയിട്ടുള്ള വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? അത് കാമി ഋത ഷെർപ്പയാണ്. കാമി ഋത ഷെർപ്പയാണ്. അപ്പോൾ 30 തവണയാണ് കീഴടക്കിയിട്ടുള്ളത്, തവണ പോയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയിട്ടുള്ള വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? കാമി ഋത ഷെർപ്പയാണ്. ഓക്കെ, നേപ്പാളിയാണ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് റഫീഖ് അഹമ്മദ് ആണ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ആരാണ്? റഫീഖ് അഹമ്മദ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വാരണാസിയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ എന്നൊക്കെ വീണ് കഴിഞ്ഞാൽ വാരി എടുക്കേണ്ടി വരും അല്ലെ. വാരി എടുക്കേണ്ടി വരും എന്നൊക്കെ ഓർത്ത് വെക്കാം. വാരണാസി. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണത്? വാരണാസിയിലാണ് കേട്ടോ. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ആരാണ്? ജെനി
എർപെൻബെക്ക് ആണ് കേട്ടോ. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയിട്ടുള്ള ജർമ്മൻ എഴുത്തുകാരിയാണ് ജെനി എർപെൻബെക്ക്. ബുക്ക് ബെക്ക് അങ്ങനെ പഠിക്കാലോ അല്ലെ. അന്താരാഷ്ട്ര ബുക്കറാണ്. അപ്പൊ ബുക്ക് ബെക്ക്, ജെനി എർപെൻബെക്ക്. ബുക്കിൽ പെണ്ണുണ്ടെന്നൊക്കെ ഓർത്ത് വെക്കാം അല്ലെ, അങ്ങനെയും വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. ജെനി എർപെൻബെക്ക്. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ് ജെനി എർപെൻബെക്ക്. വേണമെങ്കിൽ പ്രസ്താവന തരത്തിലുള്ള ചോദ്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ എഴുത്തുകാരിയാണ് ജെനി എർപെൻബെക്ക്. 2025 നടക്കുന്ന ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് ഹർബിനാണ്, ചൈനയാണ് കേട്ടോ. 2025 നടക്കുന്ന ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? ചൈനയിലാണ്. 29ാമത്തെ ക്രിട്ടിക്സ് ചോയ്സ് പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം. 29ാമത്തെ ക്രിട്ടിക്സ് ചോയ്സ് പുരസ്കാരങ്ങൾ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഓപ്പൺ ഹൈമർ ആണ്. സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ കേട്ടോ. ക്രിട്ടിക്സ് ആണ്. അപ്പോൾ ഓപ്പൺ ആയിട്ടൊക്കെ ക്രിട്ടിസൈസ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ക്രിട്ടിസൈസ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. അപ്പോ 29ാമത്തെ ക്രിട്ടിക്സ് ചോയ്സ് പുരസ്കാരങ്ങൾ, മികച്ച ചിത്രം ഓപ്പൺ ഹൈമറും, സംവിധാനം ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റഫർ നോളൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇത് നോക്കാം. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പുതിയ ഇനം ചിത്രശലഭം ഏതാണ്? സിഗരറ്റിസ് മേഘമലയൻസിസ്. ഓക്കെ, സിഗരറ്റിസ് മേഘമലയൻസിസ് ചിത്രശലഭമാണ്. വേണമെങ്കിൽ ഈ പേര് കൊടുത്തിട്ട് ചോദിക്കാം, ഇത് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ചിത്രശലഭമാണെന്നുള്ളത് അറിഞ്ഞു വെക്കണം. ചിത്രശലഭം മലയിലേക്ക് പോയി എന്നൊക്കെ ഓർക്കാം. മേഘമലയൻസസ് കേട്ടോ, അല്ലെങ്കിൽ സിഗരറ്റിസ് മേഘമലയൻസസ്. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ വേദിയാകുന്നത് വർക്കലയാണ്. ഈ സർഫ് ഇട്ട് നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് ഓർക്കാം കേട്ടോ. സർഫൊക്കെ ഇട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക, തുണിയൊക്കെ അലക്കുക, വർക്ക് ചെയ്തു എന്നൊക്കെ ഓർക്കാം. വർക്കല, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായിട്ടുള്ളത് എവിടെയാണ്? വർക്കല, തിരുവനന്തപുരം. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോടാണ്. ഓക്കെ, അപ്പോൾ കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി ചോദിക്കുകയാണെങ്കിൽ അത് കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട്. ലോകത്തിലെ ആദ്യ വേദ ഘടികാരം വരുന്നത് ഉജ്ജയിനി, മധ്യപ്രദേശ്. ലോകത്തിലെ ആദ്യ വേദ ഘടികാരം വരുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ. ഉജ്ജയിനി, മധ്യപ്രദേശ്. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം നന്ദിയോട്. ഓക്കെ, കൂൺകറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നന്ദി പറയും അല്ലെ. അപ്പോൾ നന്ദിയോട്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ചോദിക്കുകയാണെങ്കിൽ നന്ദിയോട്, തിരുവനന്തപുരം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഭവനം ഒരുക്കുന്നതിനായിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സേഫ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക കേട്ടോ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഭവനം ഒരുക്കുന്നതിനായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് സേഫ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. കേരളത്തിൽ ആദ്യമായിട്ട് അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ് ആണ്. കേരളത്തിലെ ആദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ്. ഓക്കെ, ഐ വെച്ചിട്ട് നമുക്ക് ആലോചിക്കാലോ അല്ലെ. അധ്യാപികയാവുമ്പോ എപ്പോഴും ഐ കോണ്ടാക്ട് വേണം. അപ്പൊ ഐ വെച്ചിട്ട് തന്നെ ഐറിസ് എന്നുള്ളത് ഓർക്കാം. സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് സുജലമാണ്. ഈ ഡിസ്ട്രിക്ട് സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ. എല്ലാം വളരെ സുതാര്യമായിരിക്കണം അല്ലെ, ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഈ ഡിസ്ട്രിക്ട് സംവിധാനം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് വില്ലേജ് ഓഫീസുകളിൽ നടത്തിയിട്ടുള്ള വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യ സ്കിൽ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷയിലാണ്. ഓടുന്നത് നല്ലൊരു സ്കില്ലാണെന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ ഇന്ത്യയിലെ ആദ്യ സ്കിൽ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷ, ഭുവനേശ്വറിലാണ്. 2023-2024 77ാമത്തെ സന്തോഷ് ട്രോഫി വേദി ചോദിക്കുകയാണെങ്കിൽ അത് അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. 2023-2024 സന്തോഷ് ട്രോഫിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് അരുണാചൽ പ്രദേശ് ആണ്. അതേസമയം ജയിച്ചിട്ടുള്ളത് ആരാണ്? സർവീസസ് ആണ് കേട്ടോ. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിക്ക് ബദലായിട്ട് കേരളം പുറത്തിറക്കിയിട്ടുള്ള അരിയുടെ പേരാണ് കെ റൈസ്. കേരള സർക്കാരിന്റെ ഭാരത് അരിക്ക് ബദലായിട്ട് കേരളം പുറത്തിറക്കിയിട്ടുള്ള അരി ഏതാണ്? കെ റൈസ് ആണ്. എന്നിട്ട് നോക്കാം. നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനായിട്ട് കുടുംബശ്രീ മുഖേന കേന്ദ്ര ഭവന നഗര കാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് PM സ്വാനിധി. ഓക്കെ, പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി, അതിനെയാണ് PM സ്വാനിധി എന്ന പേരിൽ പറയുന്നത് കേട്ടോ. അപ്പോ നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനായിട്ട് കുടുംബശ്രീ മുഖേന കേന്ദ്ര ഭവന നഗര കാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് PM സ്വാനിധി. മരം നടുന്നതിൽ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് വൻമിത്ര എന്ന പേരിൽ
പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. മരം നടുന്നതിൽ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വൻമിത്ര എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഹരിയാന. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള എം ആർ ഐ സ്കാനർ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഇസ്യൂൾട്ട് ആണ്. ഇസ്യൂൾട്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള MRI സ്കാനർ ഇസ്യൂൾട്ട്. ചിലപ്പോ MRI സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇൻസൾട്ട് പോലെയൊക്കെ ആയിരുന്നു ഓർത്ത് വെക്കുക കേട്ടോ. ഇസ്യൂൾട്ട്. കാഴ്ച പരിമിതയെ ചെറുക്കാൻ ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. അപ്പൊ കാഴ്ച പരിമിതിയെ ചെറുക്കാൻ അല്ലെ, ഒരു കണ്ണട വെച്ചു എന്നൊക്കെ ഓർക്കാം അല്ലെ. കർണാടക. കാഴ്ച പരിമിതിയെ ചെറുക്കാൻ ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കർണാടക. ഇനി ദാദാ സാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2024 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് കേട്ടു പോവാട്ടോ. മികച്ച നടൻ ഷാറൂഖ് ഖാൻ, മികച്ച നടി റാണി മുഖർജി, മികച്ച നടൻ ക്രിട്ടിക്സ് വിക്കി കൗശലാണ്, മികച്ച നടി ക്രിട്ടിക്സ് കരീന കപൂർ, മികച്ച ചിത്രം ജവാൻ ആണ്, മികച്ച ചിത്രം ക്രിട്ടിക്സ് 12th ഫെയിൽ. ഓക്കെ, 12th ഫെയിൽ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ആരെങ്കിലൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഓർത്ത് വെക്കാം. മികച്ച സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക, ആനിമൽ ഫിലിമിന്റെ. മികച്ച സംവിധായകൻ ക്രിട്ടിക്സ് അറ്റ്ലി ജവാനാണ്. ഓക്കെ, അപ്പൊ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 2024 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മികച്ച നടൻ ആരാണ്? ഷാറൂഖ് ഖാൻ ആണ്. ഓക്കെ, ആരാണ് മികച്ച നടൻ? ഷാറൂഖ് ഖാൻ. മികച്ച നടി റാണി മുഖർജി. മികച്ച നടൻ ക്രിട്ടിക്സ് വിക്കി കൗശൽ, മികച്ച നടി ക്രിട്ടിക്സ് കരീന കപൂർ, മികച്ച ചിത്രം ജവാൻ, മികച്ച ചിത്രം ക്രിട്ടിക്സ് 12th ഫെയിൽ, മികച്ച സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക, മികച്ച സംവിധായകൻ ക്രിട്ടിക്സ് അറ്റ്ലി ആണ്. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകമാണ് കേട്ടോ. കരിക്കൊക്കെ നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കഴിക്കും, ഇങ്ങനെ കോരി കഴിക്കില്ല, അതേപോലെ ലിഫ്റ്റ് ചെയ്ത് കഴിക്കുന്ന ഓർക്കാം. തിരുവനന്തപുരം. 45ാമത്തെ ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി ബുഡാപെസ്റ്റ് ആണ്. 45ാമത്തെ ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി ബുഡാപെസ്റ്റ്. ചെസ് ഒക്കെ കളിക്കുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മൾ പറയൂലേ, ഇത് കുറച്ച് ബഡ ആളാണ് അല്ലെ, ചെസ്സൊക്കെയാണ് കളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം. ബുഡാപെസ്റ്റ് കേട്ടോ. 45ാമത്തെ ചെസ് ഒളിമ്പ്യാഡിന്റെ വേദിയാണ് ബുഡാപെസ്റ്റ്. മഞ്ഞ കാർഡിനും ചുവപ്പ് കാർഡിനും പുറമെ ഫുട്ബോൾ കളിയുടെ ഭാഗമാകുന്ന കാർഡാണ് നീല. മഞ്ഞ കാർഡും ചുവപ്പ് കാർഡും മാത്രമല്ല, വേറെ ഏത് കാർഡാണ് ഉള്ളത് ഫുട്ബോളിൽ? നീല കേട്ടോ, നീല. പി വത്സലയുടെ അവസാനത്തെ നോവലാണ് ചിത്രലേഖ. പി വത്സലയുടെ അവസാനത്തെ നോവൽ വേണമെങ്കിൽ ചോദിക്കാം, ഏതാണ്? ചിത്രലേഖ. ചിത്രലേഖ. 2023 നവംബർ 21 പി വത്സല അന്തരിച്ചത് കേട്ടോ. അപ്പോ വർഷം ഒന്ന് അറിഞ്ഞു വെച്ചേക്ക. 2023 നവംബർ 21 പി വത്സല അന്തരിച്ചിട്ടുള്ളത്. ഓക്കെ, 2021 പി വത്സലയ്ക്ക് എന്ത് കിട്ടിയുള്ളത്? എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി, അതായത് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ടുള്ളത് ചേവായൂർ, കോഴിക്കോടാണ്. കോഴിക്കോടാണ്. ഈ കോഴിയുടെയൊക്കെ ഓരോ അവയവങ്ങളൊക്കെ മാറ്റിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കറി വെക്കുക. അപ്പൊ കോഴിക്കോട് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? കോഴിക്കോട്. ലോകത്തിലെ ആദ്യ ഏഷ്യൻ കിങ് വൾച്ചർ സെന്റർ ഏതാണ്? ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ ആണ് കേട്ടോ. ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ, ഉത്തർപ്രദേശ്. ഓക്കെ, ഈ കിങ് വൾച്ചറൊക്കെ അപ്പലായിരിക്കും അല്ലെ, ആകാശത്തായിരിക്കും, അപ്പലായിരിക്കും, ഉത്തർപ്രദേശാണ്. അപ്പൊ ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ എന്നും കൂടെ ഓർത്തു വെക്കാം. 2024 പെൻ പിന്റർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. 2024 പെൻ പിന്റർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അരുന്ധതി റോയ്. 2024 10ാമത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഇന്ത്യയിലെ മുഖ്യ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീനഗർ ആണ് കേട്ടോ. യോഗയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഐശ്വര്യം ഉണ്ടാവും, ഒരു ശ്രീ ഉണ്ടാവും. അപ്പൊ ശ്രീനഗർ. 2024 10ാമത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഇന്ത്യയിലെ മുഖ്യ വേദി ശ്രീനഗർ. 2024 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ, യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. 2024 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ, യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. പാവോ നൂർമി ഗെയിംസിൽ ജാവലിൻ ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയാണ്. ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ 85.97 മീറ്റർ ദൂരമാണ് കേട്ടോ. പാവോ നൂർമി ഗെയിംസിൽ ജാവലിൻ ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നീരജ് ചോപ്ര. ഡിസ്റ്റൻസ് എത്രയാണ്? 85.97 മീറ്റർ ആണ് കേട്ടോ. 2024 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ്. ഐസുള്ള സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനം കിട്ടുന്ന ഓർത്ത് വയ്ക്കാം അല്ലെ. 2024 ആഗോള സമാധാന സൂചികയിൽ 1ാമത് വന്നിട്ടുള്ള രാജ്യം ഐസ്ലാൻഡ്. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള വിഭാഗത്തിൽ ലഭിച്ചിട്ടുള്ളത് ഉണ്ണി അമ്മയമ്പലത്തിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചിട്ടുള്ളത് ഉണ്ണി അമ്മയമ്പലം. ഓക്കെ,
ബാലന്മാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉണ്ണിയായിട്ട് കണക്ട് ചെയ്യാം അല്ലെ? ഉണ്ണികളും ബാലന്മാരും എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചിട്ടുള്ളത് ഉണ്ണി, പിന്നെ അമ്മയമ്പലം. ഉണ്ണിയും ഉണ്ട് അമ്മയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം. അത്ഭുതങ്ങളുടെ നാട് എന്ന നോവലിനാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ചുള്ള ലഹരി വിരുദ്ധ പദ്ധതിയാണ് പോഡ എന്ന് പറയുന്നത് കേട്ടോ. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ചുള്ള ലഹരി വിരുദ്ധ പദ്ധതി ഏതാണ്? പോഡ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം, ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് റെസിലിയൻസ് ആണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഓക്കെ, ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് റെസിലിയൻസ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം അത് പറഞ്ഞു വെച്ചേക്ക. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണ കൊറിയ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ ഇടല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണ കൊറിയയാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി 2024 ജൂണിൽ വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുള്ള ബോയിങ്ങിന്റെ പേടകമാണ് സ്റ്റാർ ലൈനർ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി 2024 ജൂണിൽ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള ബോയിങ്ങിന്റെ പേടകം ചോദിക്കുകയാണെങ്കിൽ സ്റ്റാർ ലൈനർ. ഇന്ത്യൻ വംശജയായിട്ടുള്ള സുനിത വില്യംസും അമേരിക്കക്കാരനായിട്ടുള്ള ബുഷ് വിൽമോർസ് സ്റ്റാർ ലൈനർ യാത്ര തിരിച്ച ബഹിരാകാശ യാത്രികരാണ്. അപ്പോൾ ഇന്ത്യൻ വംശജയായിട്ടുള്ള സുനിത വില്യംസും അതേപോലെ തന്നെ അമേരിക്കക്കാരനായിട്ടുള്ള ബുഷ് വിൽമോറും സ്റ്റാർ ലൈനറിൽ യാത്ര തിരിച്ചിട്ടുള്ള ബഹിരാകാശ യാത്രികരാണ് കേട്ടോ. അപ്പോൾ ആ പോയിന്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സ്റ്റാർ ലൈനർ ഇമ്പോർട്ടന്റ് ആണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായിട്ട് 2024 ജൂണിൽ വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുള്ള ബോയിങ്ങിന്റെ പേടകം ഏതാണ്? സ്റ്റാർ ലൈനർ. 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായിട്ടുള്ള കളിവള്ളം തുഴയുന്ന നീല പൊന്മാന്റെ പേരാണ് നീലു. നീലപ്പൊന്മാൻ, നീലു. ഓക്കെ, 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായിട്ടുള്ള കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന്റെ പേരാണ് നീലു. ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചുള്ള രാജ്യം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ മൗറീഷ്യസ് ആണ്. അപ്പോൾ ഔഷധങ്ങളൊക്കെ കുറെ കിട്ടി, മോർ കിട്ടി എന്നൊക്കെ ഓർക്കാം കേട്ടോ. മോർ, മൗറേഷ്യസ് എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചുള്ള രാജ്യം മൗറേഷ്യസ് ആണ്. അടുത്ത നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സിറ്റി നിലവിൽ വരുന്ന നഗരം ഏതാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം കൂടിയിട്ടുള്ള ക്രാഷ് കോഴ്സിന് 999 rupees ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് നോക്കുക, അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.